നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കള്ളം പലതവണ കേട്ടാൽ പിന്നെ അത് പിന്നീട് സത്യമായി കരുതി വിശ്വസിക്കാൻ തുടങ്ങും. ഭയപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും ഇത് സത്യമാണ്. നിങ്ങളിൽ പലർക്കും ഇത് അനുഭവവും ഉണ്ടാകും. എന്നാൽ ഇത് ഇല്യൂസറി ട്രൂത്ത് എഫക്റ്റ് എന്ന് വിളിക്കുന്ന ഒരു യഥാർത്ഥ മാനസിക പ്രതിഭാസമാണ്. ഇനി ഇത് നമ്മുടെ മനസ്സിനെ എങ്ങനെ രഹസ്യമായി നിയന്ത്രിക്കുന്നു എന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളോട് ആരെങ്കിലും ഒരു കിംവദന്തി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു റൂമർ പറഞ്ഞു എന്ന് കരുതുക. അതായത് നേരാണോ കള്ളമാണോ എന്നറിയാത്തൊരു കാര്യം. അത് കേട്ടപാടെ നിങ്ങൾ അതിനെ അവഗണിക്കുന്നു, കാര്യമാക്കുന്നില്ല. എന്നാൽ ഇതേ കാര്യം ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ കേട്ടാലോ, അതും വ്യത്യസ്ത ആളുകളിൽ നിന്ന്, പെട്ടെന്നത് സത്യമായി തോന്നും. അത് സത്യമായതുകൊണ്ടല്ല, നിങ്ങളുടെ തലച്ചോറ് അതിനെ സത്യമായി സ്വീകരിച്ചത് കൊണ്ടാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിന് കാരണം നമ്മുടെ മസ്തിഷ്കം പരിചിതം എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇവിടെ പരിചിതം എന്നുദ്ദേശിച്ചത് സുരക്ഷിതമായത് അല്ലെങ്കിൽ ഒരുപക്ഷെ സത്യമായത് എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നത്. കേട്ട കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ തലച്ചോറ് വളരെ കുറച്ച് എനർജി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു തെറ്റായ പ്രസ്താവന ആവർത്തിച്ച് കേൾക്കുമ്പോഴെല്ലാം അതൊരു സാധാരണ വിവരമായി നമ്മുടെ തലച്ചോറ് സ്വീകരിക്കുന്നു. സാവധാനം അത് വിശ്വസിക്കാനും തുടങ്ങുന്നു. ഇതിന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതേ മനഃശാസ്ത്രമാണ് ഇതിനു പിന്നിലും പ്രവർത്തിക്കുന്നത്. പ്രസംഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഇവയൊക്കെ ആവർത്തിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എന്തിന്, സോഷ്യൽ മീഡിയയിൽ പല ഗോസിപ്പുകളും ഇല്ലാ കഥകളും കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നതും ഇതുകൊണ്ടാണ്. അതായത് നമ്മുടെ തലച്ചോറ് ആവർത്തനത്തെ സത്യവുമായി ആശയക്കുഴപ്പത്തിലാകും. ഒരു നുണ അത് പൂർണ്ണമായും യുക്തിരഹിതമാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മുടെ തലച്ചോറിന് തെറ്റായ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നമ്മുടെ പുരാണങ്ങൾ തലമുറകളായി നിലനിൽക്കുന്നതും വ്യാജവാർത്തകൾ വസ്തുതകളെക്കാൾ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവ യഥാർത്ഥമായതുകൊണ്ടല്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ തലച്ചോറ് അതിനെതിരെ ചോദ്യം ചെയ്യുന്നത് നിർത്തുന്നത് വരെ. ഇത്തരത്തിലുള്ള വിചിത്രമായ മനഃശാസ്ത്ര വസ്തുതകൾ ഇനിയുമുണ്ട് നമുക്കിടയിൽ ഒരുപാട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും നമുക്ക് ഈ ചാനലിലൂടെ സംസാരിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്